കണ്ണൂരിൽ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷം തടവും കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ജീവപര്യന്തവും 10 വർഷവും തടവും എന്നതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ഉത്തരവ്. തലശ്ശേരി കോടതി നേരത്തെ തന്നെ ഈ പ്രതിയെ വിഷ്ണുപ്രിയ വധക്കേസിലെ പ്രതി ശ്യാംജിത്തിനെ കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് വരികയാണ്. 10 വർഷം തടവ്, ജീവപര്യന്തത്തിനൊപ്പമാണ് ഈ 10 വർഷം തടവ് എന്നത്. ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. വിഷ്ണുപ്രിയയെ അരിങ്കൊല ചെയ്തത് സാഹചര്യ തെളിവും മറ്റ് ശാസ്ത്രീയമായ തെളിവുകളും ഉപയോഗിച്ച് കോടതിയിൽ തെളിയിക്കപ്പെടുകയായിരുന്നു. വിഷ്ണുപ്രിയയുടെ വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനാൽ ബന്ധുക്കളെല്ലാം അവിടേക്ക് പോയപ്പോൾ വിഷ്ണുപ്രിയ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഒരു ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ ശ്യാംജിത്ത് അവിടേക്ക് എത്തുന്നത്. തുടർന്ന് കൊലപാതകം നടന്നു. ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതിയിൽ കുറ്റം തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശിക്ഷാവിധിയുണ്ടായിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, മറ്റു വിവരങ്ങൾ കൂടി. ഈ കേസിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഏതായാലും ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും ഒപ്പം തന്നെ 10 വർഷം തടവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 2022 ഒക്ടോബർ 22-നാണ് പ്രണയ പകയെ തുടർന്ന് ഈ പറയുന്ന വിഷ്ണുപ്രിയയെ ശ്യാംജിത്ത് വീട്ടിൻ ഉള്ളിൽ അതിക്രമിച്ചു കയറി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കഴുത്തറുത്ത് കൊലപ്പെടുത്തുക എന്ന് മാത്രമല്ല, അതീവ മൃഗീയമായി കൈയിലെയും കാലുകളിലെയും ഞരമ്പടക്കം മുറിക്കുകയും 29 മുറിവുകളാണ് ഈ പറയുന്ന വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 മുറിവുകളും വിഷ്ണുപ്രിയ മരിച്ച ശേഷമായിരുന്നു. അങ്ങനെ അതിക്രൂരമായ കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതി നേരത്തെ തന്നെ ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഏതായാലും കോടതി ശിക്ഷ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് ശ്യാംജിത്തിന് 10 ജീവപര്യന്തം, അതായത് 302 കൊലപാതക കുറ്റത്തിൽ ജീവപര്യന്തവും ഒപ്പം തന്നെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ 449 വകുപ്പ് പ്രകാരമുള്ള കേസിൽ ഇപ്പോൾ ഈ പറയുന്ന 10 വർഷം തടവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിട്ടുള്ളത്. ഏതായാലും സുപ്രധാന വിധി തന്നെയാണ്. പ്രധാനമായും അതിക്രൂരമായൊരു കൊലപാതകം തന്നെയാണ് നടന്നിരുന്നതെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം വീട്ടിനുള്ളിൽ പ്രണയ പകയെ തുടർന്നാണ് വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത്. മാത്രമല്ല ശ്യാംജിത്തിന് ഈ കേസിൽ കൊലപാതകത്തിന് ശേഷം പോലീസ് പിടിയിലായ ശേഷവും യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലായിരുന്നു. കോടതിയിലെത്തുമ്പോൾ യാതൊരു കൂസലും ഇല്ലാതെ തന്നെയാണ് ശ്യാംജിത്ത് കോടതിയിലേക്ക് എത്തുകയും ചെയ്താലും അങ്ങനെ ഒരു കേസിൽ സുപ്രധാന വിധിയാണിപ്പോൾ, ശിക്ഷാവിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ കേസിന്റെ നടത്തിപ്പ് എത്രത്തോളം വേഗത്തിലായിരുന്നു? വിചാരണയൊക്കെ ഏത് തരത്തിലായിരുന്നു? എങ്ങനെയായിരുന്നു വാദങ്ങൾ? ഈ കൃത്യം നിർവഹിച്ചത് ഇയാൾ തന്നെയാണ് എന്ന് നേരത്തെ തന്നെ എല്ലാവർക്കും ബോധ്യമായിരുന്നുവെങ്കിലും നിയമ സംവിധാനത്തെ ബോധ്യപ്പെടുത്താൻ അല്പം പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ബുദ്ധിമുട്ടില്ല. കാരണം നേരിട്ട് ദൃക്സാക്ഷിയില്ലാത്തൊരു കേസ്, ആ കേസിൽ വേണം ഇത്തരം തെളിവുകൾ ശാസ്ത്രീയ തെളിവിന്റെയും സാഹചര്യ തെളിവിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റക്കാരനെന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ. എങ്ങനെയായിരുന്നു വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ? രതീഷ്, തീർച്ചയായും ദൃക്സാക്ഷി ഇല്ലാത്തൊരു കേസായിരുന്നു. കാരണം വിഷ്ണുപ്രിയ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വിഷ്ണുപ്രിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് പ്രതി ശ്യാംജിത്ത് ആയുധങ്ങളുമായി വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്.